Hello class 4 family. So finally നമ്മുടെ ഫസ്റ്റ് എക്സാം ആണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മലയാളം എക്സാം ആണ് അല്ലേ. അപ്പോൾ മലയാളം എക്സാമിന്റെ നമ്മുടെ SCERTയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വേണ്ടി പറ്റും. സോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നാളെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ മക്കൾ എല്ലാവരും നാളെ നടക്കുന്ന നമ്മുടെ എക്സാമിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം കൂടി ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കാനായിട്ട് ഇന്ന് കറക്റ്റ് 7:30 നമ്മുടെ മെഗാ മാരത്തോൺ ലൈവ് ഉണ്ടായിരിക്കും. സോ ലൈവ് ആരും മിസ്സാക്കരുത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ദേ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കത് കൂൾ ഓഫ് ടൈം ആണ്. ആ സമയത്ത് നിങ്ങൾ ഇരുന്ന് ആൻസർ ഒന്ന് എഴുതി സമയം കളയണ്ട. നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുക. ഈസി ആണോ, ആദ്യം ഞാൻ ഏത് ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആദ്യത്തെ ആ ഒരു 15 മിനിറ്റിൽ വായിച്ചു തീർക്കണം. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും വേഗം വായിച്ചു തീർക്കേണ്ട ഒരു സമയമാണ്. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, അത് മിസ് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ടോട്ടൽ 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ 5 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 5 എണ്ണം നിങ്ങൾ ഉത്തരം എഴുതണം. പ്രവർത്തനങ്ങളിലെ ഉപപ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതണം. അതായത് ഒരു പ്രവർത്തനം തരുന്ന സമയത്ത് അതിൽ A, B, C എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതും നിങ്ങൾ എന്തായാലും കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യണം. ഇനി 4, 5 പ്രവർത്തനങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് എയും ബിയും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ഏതാണോ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ എഴുതിയാൽ മതി. എയും ബിയും എഴുതേണ്ട ആവശ്യമില്ല. 4A ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 4A മാത്രം എഴുതാം, അല്ലെങ്കിൽ ബി ആണെങ്കിൽ ബി മാത്രം എഴുതാം. അതുപോലെ തന്നെ 5A ആണെങ്കിൽ 5A മാത്രം എഴുതാം, അല്ലെങ്കിൽ 5B മാത്രം എഴുതാം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും കാര്യങ്ങളാണ് മക്കളോട് ചോദിച്ചിട്ടുള്ളത്. ആദ്യം തന്നെയുള്ളത് വായിക്കാം എഴുതാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ജനറൽ ആയിട്ട് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് കുറച്ച് സബ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടായിരിക്കും, ABC. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 15 മിനിറ്റ് നമ്മുടെ കൂൾ ഓഫ് ടൈം ഉണ്ട് അല്ലേ, അതിൽ 5 മിനിറ്റ് നിങ്ങൾ എല്ലാവരും ഈ വായിക്കാം എഴുതാം എന്ന് പറയുന്ന നിങ്ങൾക്ക് ആദ്യം തന്നിട്ടുള്ള ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റോറിയുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്, ഇതെന്തായാലും കമ്പൽസറി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിക്കാം എഴുതാം എന്നായിരിക്കും നമ്മുടെ പ്രവർത്തനം 1 ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുള്ള കാര്യം വായിക്കണം, അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു പ്രവർത്തനം 1 നിങ്ങൾ ആരും മാർക്ക് മിസ്സാക്കരുത്, നന്നായിട്ട് വായിച്ച് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ പ്രവർത്തനം 2 നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ താളത്തിൽ പാടാം, വരികൾ കൂട്ടിച്ചേർക്കാം. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കവിത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കവിതയായിരിക്കും തരാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ചാപ്റ്ററിൽ ഉള്ളതായിരിക്കില്ല, വേറെ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കവിതകളായിരിക്കും തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു കവിത എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ബാക്കി നിങ്ങൾ എഴുതണം. ഒരു 4 or 5 വരികൾ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, റെഡി. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇതിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്താണോ കവിതയിലുള്ള ആശയം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം ബാക്കിയുള്ള വരികൾ എഴുതാൻ വേണ്ടിയിട്ട്. തോന്നിയ പോലെ നമ്മുടെ ഇഷ്ടത്തിൽ വരികൾ എഴുതി വെക്കരുത്. ഇനി അടുത്തതാണ് പ്രവർത്തനം 3. ഇതൊക്കെ കമ്പൽസറി ആയിട്ട് എഴുതണം കേട്ടോ, ഇതൊക്കെ നിർബന്ധമായിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പ്രവർത്തനം 3 കത്ത് എഴുതാനാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ കത്തിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം, മാതൃക കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ലൈവിലായിരിക്കും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിക്കേ, 4Aയും കാണാം 4Bയും കാണാം അല്ലേ. അപ്പോൾ 4Aയിൽ നിങ്ങളോട് ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, 4B ആണെങ്കിൽ യാത്രാ വിവരണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത്, ഏത് ക്വസ്റ്റ്യൻ ആണോ അടിപൊളിയായിട്ട് തോന്നുന്നത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതാം. ചിലർക്ക് ഡയറി എഴുതാനായിരിക്കും ഇഷ്ടം, അപ്പോൾ ഡയറി എഴുതാം, അല്ലെങ്കിൽ യാത്രാ വിവരണം. രണ്ടും എഴുതേണ്ട ആവശ്യമില്ല, അതാണ് ചോയ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് പ്രവർത്തനം 5 നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ വീണ്ടും നമുക്ക് ചോയ്സ് ഉണ്ട്. 5A ഉണ്ട് 5B ഉണ്ട്. ഓക്കെ, അപ്പോൾ 5A എന്ന് പറയുന്നത് സംഭാഷണം എഴുതാം. ഓക്കെ, സംഭാഷണം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. 5B എന്ന് പറയുന്നത് കഥ പൂർത്തിയാക്കാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു കഥ തന്നിട്ടുണ്ടായിരിക്കും, ആ കഥയുടെ ബാക്കിയാണ് നിങ്ങൾ എഴുതേണ്ടത്, അതാണ് കഥ പൂർത്തിയാക്കാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ലൈവിലും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇങ്ങനെയായിരിക്കും മക്കൾക്ക് ക്വസ്റ്റ്യൻസ് വരിക, ഈ ഒരു മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ആദ്യം എന്തായാലും വായിക്കാം എഴുതാം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് നിങ്ങൾ ആരും മാർക്ക് മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാനായിട്ട് ഇന്ന് കറക്റ്റ് 7:30
നമ്മുടെ എക്സാം വിന്നർ ടീം വരുന്നുണ്ട്. സോ ഇന്നത്തെ ലൈവ് ആരും മിസ്സാക്കരുത്. ഓക്കെ, സോ ഫുൾ കോൺഫിഡൻസോടെ ഇരിക്കുക. നമ്മുടെ ഫസ്റ്റ് എക്സാം ആണ്. സോ ഫസ്റ്റ് എക്സാം തന്നെ നമ്മൾ ഫുൾ അടിപൊളിയായിട്ട് എഴുതും. അതുകൂടാതെ തന്നെ നമ്മുടെ സെക്കൻഡും അടിപൊളിയാക്കും. സോ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും all the very best.